അങ്ങനെ തലേ ദിവസത്തെ ടിറ്റ്ലിസിലെ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ നേരെ വിട്ടത് ഈ ഗ്ലേഷ്യർ വാലിയായ ലോട്ടർബ്രൂണിലാണ് കേട്ടോ. ഇവിടെ ദേ ഇങ്ങനത്തെ ടവേർഡ് ക്ലിഫിൻ്റെ മണ്ടയിൽ നിന്ന് 72 വാട്ടർഫോൾസ് താഴോട്ട് വീഴുന്ന പറഞ്ഞത്. അച്ചാച്ചൻ ഇതിനെ കണ്ടിട്ട് നിന്നുമുള്ളിപ്പാറ എന്നാണ് പറഞ്ഞത് കേട്ടോ. കോട്ടല്ലല്ലോ, അല്ലടാ കാർപ്പറ്റ് മാതിരിയൊക്കെ. കോഫി കുടിക്കാൻ വന്നല്ലേ? ഇവിടുത്തെ പാലിലല്ലേ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കി കുടിച്ചായിരുന്നു. പക്ഷെ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഒരു ഈ ഓരോ സ്ഥലത്തെ പശുവിൻ്റെ പാലിന് ഡിഫറൻസ് ഉണ്ട്. ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിലെ കൗബെൽസിന് ഓരോ കൗബെലിനും ഓരോ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഫാമേഴ്സിന് അവരുടെ പശുക്കൾ എവിടെയാണെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ മനസ്സിലാവുന്നത്. എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് അല്ലേ അത്. അവസാനം അത് പോവും. പിഗി ബാങ്കോ അതിനെത്രയാണ്? മുന്നേ സുവനിയറാടാ. നാട്ടിൽ നിന്ന് വന്ന ചേട്ടത്തിയാണ് കൊടയും വേണ്ട. ഇത് ഗ്രിൻഡൽവാൾഡ്. ഗ്രിൻഡൽവാൾഡ് ഇത് ഒരു വേറൊരു ലെവൽ സംഭവം കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള വേറൊരു ഗ്ലേഷ്യർ വാലിയാണ്. ഈ ഗ്രിൻഡൽവാൾഡിനെ ഗേറ്റ് വേ ഓഫ് ജുങ്ഫ്രോ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടായിരിക്കും ജുങ്ഫ്രോ യോഷ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് രസമാണെന്ന് നോക്കി. സ്വിറ്റ്സർലൻഡ് ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയാണ് കേട്ടോ. ഭയങ്കര സിനിമാറ്റിക് ആയല്ലേ. ഇതാണ് ഇന്റർലാക്കന്റെ ജംഗ്ഷൻ. സിറ്റി സെന്റർ ഇതാണ് ഇന്റർലാക്കൻ വെസ്റ്റ്. അതുകൊണ്ട് ഇനി എത്ര ഇന്ത്യക്കാർ കണ്ടു പോകുന്നു. സീബ്ര ക്രോസിംഗ് പോലും നോക്കാതെ കാത്തു ചെല്ലടാ. ഗോ സൂപ്പർ കോൾക്കനി. അമ്മ ചെരുപ്പൂരമ്മ, ചെരുപ്പൂരിട്ട് മണ്ണ് ഫീൽ ചെയ്യും. ചെരുപ്പൂരിട്ട് പോ. ബ്രിയൻസ് ആ ഭംഗി എന്ന് നോക്കി. എന്നെ രസം ഈ സ്ഥലം കാണാൻ. ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇടം പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഈ സ്വിറ്റ്സർലൻഡ് യാത്രയിൽ ബ്രിയൻസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതും. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയത് തന്നെ. ബ്രിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വുഡ് കാർവിങ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ വുഡ് ഷാലറ്റ്സ് ഒത്തിരി ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ളത്. അപ്പം അടുത്ത സ്വിറ്റ്സർലൻഡ് യാത്രയിലും ഞങ്ങൾ ഇനിയും ബ്രിയൻസിൽ വരാൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം സ്വിറ്റ്സർലൻഡിൽ വരുവാണെങ്കിൽ ബ്രിയൻസ് എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ.
അപ്പം ഇന്നത്തെ ഡിന്നറാണ് ഫ്രോസൺ പൊറോട്ട ആൻഡ് ബീഫാണ് ബീഫ് ആൻഡ് ലിറ്റിൽ ലെമൺ റൈസ്. സ്റ്റോണൊക്കെ വെച്ചോ കൊട. ഷൂസ് ഒക്കെ കണ്ടോ, നല്ല അടിപൊളി ഷൂസ്. അച്ഛാ ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്നാടാ? ഇതന്നെ ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്നാ? ബ്രിഡ്ജാണ്. യൂറോപ്പിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കവേർഡ് ബ്രിഡ്ജ്. കവേർഡ് ബ്രിഡ്ജ്. ഓക്കെ, കവേർഡ് ബ്രിഡ്ജ്. ലൂസാൻ സ്വിറ്റ്സർലൻഡിൻ്റെ മിഡീവൽ ആർക്കിടെക്ചർ പ്രിസർവ് ചെയ്യുന്ന ഒരു കുഞ്ഞു സിറ്റിയാണ് കേട്ടോ ലൂസാൻ. ലൂസാൻ്റെ ഈ ചേർച്ച് ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ്. നിങ്ങൾ ഒട്ടുമിക്ക പിക്ചേഴ്സിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. 1993 ഈ ബ്രിഡ്ജ് എന്തോ കാരണത്താൽ കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. ഈ കാണുന്നത് ലൂസൺ റിവറാണ്. ലൂസൺ റിവറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഓൾഡ് ടൗൺ. ഈ ഓൾഡ് ടൗണും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നടന്നു വന്നത് റൂസ് റിവർ ബാങ്കുമാണ്. ഇത് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ചേർച്ച് ബ്രിഡ്ജാണ് ഈ കാണുന്ന കവേർഡ് ബ്രിഡ്ജ്. ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ സോൾജറിൻ്റെ ആണ് കേട്ടോ. അതുപോലെയല്ലേ 2 കുപ്പികൾക്ക് കുടിച്ച സ്വർണം പോലെയാണല്ലേ. കാണാം. അമ്മ സി അതുണ്ട് ആ പെയിന്റിംഗ്, വാൾ പെയിന്റിംഗ്. Indian flag. കാപ്പി എടുത്തില്ലേ? അസൂല്
eyes behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire